ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് പൊട്ടറ്റോയും അതുപോലെ തന്നെ മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആവണ്ട. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അരമുറി തക്കാളി, ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നതാണ്. ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ഒരു ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ഒരു 8 പീസൊക്കെ ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാവുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് നന്നായിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒരുപാട് ആവണ്ട, കുറച്ച് വെച്ചാൽ മതി. അതിലോട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. നമുക്കത് എന്താ പറയുക, ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4-5 എനിക്ക് ഒരു സ്നാക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരുപാട് ഉരുളക്കിഴങ്ങൊന്നും എടുത്തില്ലായിരുന്നു. അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉരുട്ടിയെടുത്ത ബോൾസ് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലോ നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നേരം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളിത് ഓൾറെഡി ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടി കോട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പുറം ഭാഗം കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബായ്, താങ്ക് യു.